സോ അങ്ങനെ HSST ഇംഗ്ലീഷിൻ്റെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. മാർച്ച് 18 വരെ നമുക്ക് കൺഫേം ചെയ്യാം. മെയ് 29, 2026 എക്സാം. സോ വി ഹാവ് ഓൺലി 3 months എഹെഡ്. സോ നമുക്ക് 14 മൊഡ്യൂൾസാണ് ലിറ്ററേച്ചർ കേസിലുള്ളത്. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ്, പിന്നെ റിനൈസൻസ് ഇൻ കേരള, GK ആൻഡ് കറണ്ട് അഫെയർസ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്കൊരു 3 months ഡിവിഷൻ വെച്ചിട്ട് ഫസ്റ്റ്, അതായത് നാളെ തൊട്ട് നമുക്ക്, അതായത് ഇന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ എനിക്ക് ഇത്രയും നാളും ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഞാൻ പഠനം സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷേ എനിക്കത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് സം പേഴ്സണൽ റീസൺസ്. സോ കൺഫർമേഷൻ വന്നതിൻ്റെ ആ ഒരു ത്വരയിൽ നമുക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഓൾസോ. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മാസം നമുക്ക് അതർ ദാൻ ലിറ്ററേച്ചർ ടോപ്പിക്സ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഏകദേശം ഒന്ന് കവർ ചെയ്യാൻ നോക്കാം. എന്നിട്ട് അതിൻ്റെ അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് ലിറ്ററേച്ചർ കാര്യമായിട്ട് നോക്കാം. സോ ഒരു മെയ് 29 ആകുമ്പോൾ നമ്മൾ ലിറ്ററേച്ചറുമായിട്ട് കൂടുതൽ കുറേ കൂടി അടുത്ത് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് ടീച്ചിങ്ങിൻ്റെ നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ്, പിന്നെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് എയ്ഡ്സ്, ഇവാലുവേഷൻ സിസ്റ്റംസ്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോത്ത് ആൻ ആർട്ട് അല്ലേ. ശരിക്കും അതൊരു കലയാണ്, സ്കില്ലാണ്, ക്രിയേറ്റിവിറ്റിയാണ്, ആൻഡ് എ സയൻസും കൂടിയാണ്. ഇറ്റ് ഷുഡ് ബി സിസ്റ്റമാറ്റിക് അല്ലേ, ആൻഡ് ഓൾസോ റിസർച്ച്ഡ് ബേസ്. സോ ടീച്ചിങ് ഈസ് നോട്ട് ജസ്റ്റ് ടെല്ലിങ്, ജസ്റ്റ് പറഞ്ഞു പോവുക എന്നുള്ളതല്ല. ഒരു ട്രൈപോളാർ പ്രോസസ്സാണ്. അതായത് ടീച്ചർ, ലേണർ, സബ്ജക്റ്റ് മാറ്റർ ഓർ എൻവയൺമെൻറ്റ് അല്ലേ. ടീച്ചർ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സബ്ജക്റ്റ് മാറ്റർ, എന്താണോ പഠിപ്പിക്കാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ എൻവയൺമെൻറ്റും ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ് ഈസ് എ ട്രൈപോളാർ പ്രോസസ് ഇൻവോൾവിങ് ദ ടീച്ചർ, ദ ലേണർ ആൻഡ് ദ കരിക്കുലം. ഈ കരിക്കുലത്തിലെല്ലാം വരും നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റും, പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വരും വിതിൻ എ സോഷ്യൽ എൻവയൺമെൻറ്റ്. സോ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ടു ബ്രിങ് അബൌട്ട് ഡിസയർഡ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ. കുട്ടികളുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ബിഫോർ മൂവിങ് ഓൺ ടു ദ ഒബ്ജക്റ്റീവ്സ്, the nature is it is both an art, അതൊരു ക്രിയേറ്റീവ് ഡെലിവറി ആണ്, ആൻഡ് എ സയൻസ്, ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്ലാനിങ്. സോ ഇറ്റ്സ് എ പ്രൊഫഷണൽ ആക്ടിവിറ്റി എയിംഡ് അറ്റ് ബ്രിങ്ങിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ബിഹേവിയർ. സോ ദി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ബേസ്ഡ് ഓൺ ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ച് ടീച്ചിങ് എയിംസ് ടു ഡെവലപ്പ് 3 domains, 3 ഡൊമെയിൻസിലാണ് മാറ്റങ്ങൾ വരുന്നത്. കൊഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ. അതായത് ടു ഷേപ്പ് ദ ക്യാരക്ടറിൽ വ്യത്യാസം വരുത്തുക, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പഠനവും നടക്കണം. ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ് ആൻഡ് ടു എനേബിൾ ദ ലേണർ ടു അഡ്ജസ്റ്റ് ടു ദെയർ എൻവയൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് എൻവയൺമെൻറ്റിലുമാണോ അതായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം, ഈവൻ ഇഫ് ഇറ്റ് ഈസ് സോഷ്യൽ ആൻഡ് ഫിസിക്കൽ. സോ 3 കാര്യങ്ങളാണുള്ളത്. കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് നോളേജ് ആൻഡ് മെൻറ്റൽ സ്കിൽസ് ആണ്. പിന്നെ അഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സ് ആണ്. ഇറ്റ്സ് ഗ്രോത്ത് ഇൻ ഫീലിങ്സ് ഓർ ഇമോഷണൽ ഏരിയാസ്, അത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. പിന്നെ സൈക്കോമോട്ടോർ എന്ന് പറയുമ്പോഴേക്കും അത് മാനുവലാണ് ഓർ ഫിസിക്കൽ സ്കിൽസ് ആണ് അതിനകത്ത് വരുന്നത്. സോ ഇതിനുണ്ടാവേണ്ട ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോൾ ഓറിയൻറ്റഡ് ആണ്, ഇൻറ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ്സ് ഡൈനാമിക്, ഇറ്റ്സ് എ പ്രൊഫഷണൽ ആക്ടിവിറ്റി, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ലേ. ടീച്ചിങ് എന്ന് പറയുന്നതും ടീച്ചിങ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സോ ടീച്ചിങ്
is of course it's a process of guiding and counseling. ഇപ്പോൾ ആ ഒരു ജസ്റ്റ് പഠിപ്പിക്കുക എന്നുള്ള ഇത് മാറിയിട്ട് ഒരു കൗൺസിലിംഗ്, ഒരു ടീച്ചർ ഒരു കൗൺസിലർ കൂടിയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ദ ടീച്ചർ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ടീച്ചർ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ടീച്ചർ മസ്റ്റ് ഹാവ് സബ്ജക്റ്റ് മാസ്റ്ററി ആൻഡ് പെഡഗോജിക്കൽ സ്കിൽസ്. അല്ലെ, സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, പെഡഗോജിക്കൽ സ്കിൽസ്, പഠിപ്പിക്കാനുള്ള സ്കിൽസും കൂടി ഉണ്ടാവണം. അല്ലേ, പിന്നെ ലേണർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേണറാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ ലേണർ മസ്റ്റ് ബി റെഡി ആൻഡ് മോട്ടിവേറ്റഡ്. അല്ലേ, ലേണർ റെഡിയാണെങ്കിൽ മാത്രമേ ടീച്ചറിന് പഠിപ്പിക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. പിന്നെ ഉള്ളത് സബ്ജക്റ്റ് മാറ്ററാണ്, അല്ലെങ്കിൽ എൻവയൺമെൻറ്റ്. ഇതെന്ന് പറയുന്ന ഇൻ്റർവീനിങ് വേരിയബിൾസ് ആണ്. ഈ ടീച്ചറിൻ്റെയും ലേണറിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജാണ്, ബിറ്റ്വീൻ ദ ടു ആയിട്ട് വരുന്നതാണ് സബ്ജക്റ്റ് മാറ്ററും എൻവയൺമെൻറ്റും. സോ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ദ ലേണർ വിത്ത് മോട്ടിവേഷൻ, പിന്നെ ടീച്ചർ വിത്ത് സ്കിൽസ് ആൻഡ് നോളജ്, പിന്നെ കരിക്കുലം ഓർ കോണ്ടൻറ് ഉണ്ട്, പിന്നെ ടീച്ചിങ് എൻവയൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു സപ്പോർട്ടീവ് ഇൻഫ്രാസ്ട്രക്ചറാണ്, ആൻഡ് ദർ ഷുഡ് ബി ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻറ്റ്. ഓക്കെ, സോ ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ലേണർ ഇസ് വെരി മച്ച് ക്രൂഷ്യൽ ഫോർ ഇഫക്റ്റീവ് ടീച്ചിങ്. അല്ലെ, കുട്ടികളെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നത് ടു ടൈലർ ദെയർ ഇൻസ്ട്രക്ഷൻ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഒരു പ്രയർ നോളജ് ഉണ്ടായിരിക്കണം. അക്കാഡമിക് പെർഫോമൻസ്, ലേണിംഗ് സ്റ്റൈൽ എന്താണ്, ഓരോ കുട്ടികൾക്കും ഓരോ ലേണിംഗ് സ്റ്റൈലായിരിക്കും. വിഷ്വൽ ഉണ്ട്, ഓഡിറ്ററി ഉണ്ട്, കിനസ്തെറ്റിക്, പിന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സബ്ജക്റ്റ് മാസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ലെവലാണ്. അതായത് ഏജ്, ജെൻഡർ, മെച്യൂരിറ്റി, പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, കുട്ടികൾ കൂടെയുള്ളവരുമായിട്ട് എങ്ങനെ, പിന്നെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, മോട്ടിവേഷൻ ലെവൽ ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്. പിന്നെ ഉള്ളത് കൊഗ്നിറ്റീവാണ്. കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോഴേക്കും മെൻ്റൽ എബിലിറ്റീസ് ആണ്, സച്ച് ആസ് ഇൻ്റലിജൻസ്, പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള സ്കിൽസ്, മെമ്മറി, അറ്റൻഷൻ സ്പാൻ എത്രത്തോളമുണ്ട്, പെർസെപ്ഷൻ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി. സോ ഒരു എങ്ങനെ കുട്ടികൾ ആ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക് കടക്കുന്നു, ട്രാൻസിഷൻ ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് തിങ്കിങ്. പിന്നെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ലോജിക് ആൻഡ് റീസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളത് ഇമോഷണലാണ്, സോഷ്യൽ ഓർ ഇമോഷണൽ. അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി, അവരുടെ ആങ്സൈറ്റി ലെവൽസ്, അവരുടെ ക്യൂരിയോസിറ്റി, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ് ആൻഡ് ദ എബിലിറ്റി ടു ഹാൻഡിൽ ഫ്രസ്ട്രേഷൻ. അപ്പോൾ ഇവിടെ ഒരു പിയർ ഇൻഫ്ലുവൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈ ആണ്. ഇവിടെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് സംഭവിക്കാം എറിക്സൻ്റെ തിയറി വെച്ചിട്ട്. സോ ദേ വിൽ ബി സീക്കിംഗ് ഇൻഡിപെൻഡൻസ് ഡ്യൂറിങ് ദിസ് ടൈം. നമ്മൾ HSSTയുടെ കേസ് ആയതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള കുട്ടികൾ എന്ന് പറയുന്ന അഡോളസൻ്റ് ആയിട്ടുള്ള ലേണേഴ്സ് ആയിരിക്കും. സോ അവരിൽ നിന്ന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുക. അടുത്തത് ഡെവലപ്മെൻറ്റലാണ്. ഡെവലപ്മെൻറ്റൽ എന്ന് പറയുമ്പോൾ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ്, പിയാഷയുടെ. അപ്പോൾ ഇവിടെ നമ്മൾ പിയാഷയുടെ തിയറി, അതായത് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ്, അവിടെ ഇത് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ മോറൽ ഡെവലപ്മെൻറ്റ്, കോൾബർഗിൻ്റെ തിയറി, ആൻഡ് ദ സൈക്കോ സോഷ്യൽ, എറിക്സൻ്റെ തിയറി പഠിക്കേണ്ടതാണ്, വിച്ച് ഡിറ്റർമിൻ വാട്ട് എ ലേണർ ഇസ് റെഡി ടു ഗ്രാസ്പ്. സോ ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അക്കാഡമിക്, പേഴ്സണൽ ഓർ സോഷ്യൽ. അക്കാഡമിക് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ലേണിംഗ് സ്റ്റൈൽസ്. ചിലവർക്ക് കണ്ടു പഠിക്കാനായിരിക്കും ഇഷ്ടം, വിഷ്വൽ. ചിലവർക്ക് കേട്ട് പഠിക്കുന്നതായിരിക്കും, ഓഡിറ്ററി. ചിലവർക്ക് ഓരോ കാര്യങ്ങൾ ഫിസിക്കലി ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, കിനസ്തെറ്റിക്. സോ അക്കാഡമിക് ആണ് ഒന്ന്. പിന്നെ പേഴ്സണൽ ഓർ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പിന്നെ കൊഗ്നിറ്റീവ്, ഇമോഷണൽ, പിന്നെ ഡെവലപ്മെൻറ്റൽ. ഓക്കെ, സോ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്. സോ teaching effectiveness is influenced by various internal and external variables ഇതിൽ വരും.
ഒരുപാട് വേരിയബിൾസ് വരും. ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചർ റിലേറ്റഡ് ആണ്, അതായത് ടീച്ചറിൻ്റെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇൻതൂസിയാസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എത്രത്തോളം ഉണ്ട്, സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചുള്ള നോളജ്, സ്കിൽസ്, അതെന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യുന്നു, ആറ്റിറ്റ്യൂഡ് എന്താണ്, എത്രത്തോളം ഇൻതൂസിയാസ്റ്റിക് ആണ്, ഫെയർനെസ് കാണിക്കുന്നു കുട്ടികളോട്, അതുപോലെ തന്നെ ആൻഡ് എക്സ്പീരിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എ നോളജബിൾ ആൻഡ് ഇൻതൂസിയാസ്റ്റിക് ടീച്ചർ ഇൻക്രീസസ് ലേണർ എൻഗേജ്മെൻറ്റ് എന്നുള്ളതാണ്. ആൻഡ് കോണ്ടൻറ്റ് ഡെലിവറി ക്വാളിറ്റിയും അത്രത്തോളം കൂടും. പിന്നെയുള്ളത് ലേണർ ഫാക്ടേഴ്സാണ്, അതായത് കുട്ടികളുടെ നേരത്തെ അറിവ്, പ്രയർ നോളജ് എത്രത്തോളം ഉണ്ട്, അവരുടെ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ്, ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അവർക്കുള്ള അറ്റൻഷൻ സ്പാൻ എത്രത്തോളം ഉണ്ട്, അവരുടെ ഗോൾസ്, അവർക്ക് പഠിക്കാനുള്ള താല്പര്യം, റെഡിനെസ് ടു ലേൺ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും റെഡി ആയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ ദേ മേക്ക് ലേണിംഗ് കുറച്ചും കൂടെ, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ ഈസിയർ ആവുന്നു ആൻഡ് മോർ ഇഫക്റ്റീവായിട്ട് മാറുന്നു. പിന്നെയുള്ള അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് സപ്പോർട്ട് മെറ്റീരിയൽസ് ആണ്, അതായത് എത്രത്തോളം ക്വാളിറ്റി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേസിൽ ടെക്നോളജിയും സപ്ലിമെൻ്ററി ആയിട്ട് വരുന്നുണ്ട്. സോ അവൈലബിലിറ്റി ആൻഡ് യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ്, അതായത് ICT, ചാർട്ട്സ്, മോഡൽസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിത്ത് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ലൈബ്രറി റിസോഴ്സസ്. സോ അതെല്ലാം വളരെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നതും ടീച്ചറിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. വെൽ ചൂസൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം ദാറ്റ് ക്ലാരിഫൈ കോംപ്ലെക്സ് ഐഡിയാസ് ആൻഡ് പ്രൊവൈഡ് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. പിന്നെ അടുത്തത് എൻവയൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ആ ക്ലാസ് റൂമിൻ്റെ ക്ലൈമറ്റ്, ഡിസിപ്ലിൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെസിലിറ്റീസ്, അതാണ് നാലാമത്തെ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്, അതായത് ക്ലാസ് റൂമിൻ്റെ എൻവയൺമെൻറ്റ്, എത്രത്തോളം വെൻറ്റിലേഷൻ ഉണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, പിന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ലാബ്, സ്മാർട്ട് ബോർഡുകൾ ഇപ്പോഴത്തെ കേസിലുണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എ കൺഡ്യൂസീവ് എൻവയൺമെൻറ്റ് മിനിമൈസസ് ഡിസ്ട്രാക്ഷൻ ആൻഡ് മാക്സിമൈസസ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. അടുത്ത നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ്. മെത്തേഡ്സ് ആർ കാറ്റഗറൈസ് ബേസ്ഡ് ഓൺ ടീച്ചേഴ്സ് ആൻഡ് ലേണേഴ്സ് റോൾ അനുസരിച്ചാണ്, പെഡഗോജി വേഴ്സസ് ആൻഡ്രഗോജി. സോ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചർ സെൻറ്റേർഡ് ആണ് ഒന്ന്. ടീച്ചർ സെൻറ്റേർഡ് എന്ന് പറയുമ്പോഴേക്കും ടീച്ചർ ഇസ് എ മെയിൻ അതോറിറ്റി ആയിട്ട് വരും. ടീച്ചർ മെയിൻ അതോറിറ്റി ആയിട്ട് വരുന്നു, അതായത് എംഫസിസ് ഓൺ ദ കോണ്ടൻറ്റ് ഡെലിവറി. അവിടെ ആ ഒരു ലെക്ചർ മെത്തേഡായിരിക്കും ഉപയോഗിക്കുക. സോ ഇറ്റ് ഈസ് എഫിഷ്യൻറ്റ് ഫോർ, അത് ലാർജ് ഗ്രൂപ്പ്സിനെ പറ്റുള്ളൂ, ബട്ട് പാസീവ് ഫോർ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചൊരു ഇതും ഉണ്ടാവില്ല. ലെക്ചർ മെത്തേഡ്, അതുപോലെ ടീം ടീച്ചിങ്, ഡെമോൺസ്ട്രേഷനൊക്കെ അവിടെ വരുള്ളൂ. ഫോർ ഇമ്പാർട്ടിങ്, അത് ലാർജ് വോളിയം ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു ഇതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വെൻ ടൈം ഈസ് ലിമിറ്റഡ് നമ്മൾ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുക. സോ ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ വരുമ്പോൾ ടീച്ചർ ഷോസ് ഹൗ ടു വൈൽ എക്സ്പ്ലെയിനിങ് വൈ, എങ്ങനെയാണ് ചെയ്ത് ഈ സംഭവങ്ങൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ടീം ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ടീച്ചേഴ്സ് ആയിരിക്കും അവരുടെ എക്സ്പെർട്ടീസ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ലേണർ സെൻറ്റേർഡ് ആണ്. ലേണർ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ ഫോക്കസ് ഓൺ ദ ലേണേഴ്സ് നീഡ്സ്, ആക്ടിവിറ്റീസ് ആൻഡ് പാർട്ടിസിപ്പേഷനും അവിടെ ഉണ്ടാകും. സോ ഇറ്റ് പ്രൊമോട്ട്സ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു മെയിൻ തിയറി എന്ന് പറയുന്നത് കിൽപാട്രിക്കിൻ്റെ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളൊരു റൂളാണ്. സോ അവിടെ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, പ്രോജക്റ്റ് മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് ആയിട്ടുള്ള ഡിസ്കവറി മെത്തേഡാണ് ഇവിടെ വരുന്നത്, അതായത് പ്രോബ്ലം സോൾവിങ്. സോ ടീച്ചർ ആസ് എ ഡിസ്കവറർ എന്നുള്ളതാണ് ഇവിടെ. ആംസ്ട്രോങ്ങിൻ്റെ റൂൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കേസ് സ്റ്റഡി വരും, റോൾ പ്ലേ വരും. സോ ഡിസ്കഷൻ മെത്തേഡ് കുറച്ചും കൂടി ഇൻറ്ററാക്റ്റീവ് ആക്കി മാറ്റും ആൻഡ് എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോ ഇറ്റ് വിൽ ബി ഡെവലപ്പിംഗ് പ്രാക്ടിക്കൽ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഹയർ ഓർഡർ തിങ്കിങ്. പിന്നെയുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്, പിന്നെയുള്ളൊരു ഇതാണ് ഇൻഡിവിജ്വലൈസ്ഡ്, അതായത് സ്വന്തമായിട്ട് കാറ്റേഴ്സ് ടു ദ പേസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഇൻഡിവിജ്വൽ ലേണേഴ്സാണ്. ഇപ്പോഴത്തെ അതൊരു ലേറ്റഡ് ട്രെൻഡാണ് വരുന്നത്. സോ അതിനകത്തൊരു പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് ആയിരിക്കും, CAL, പിന്നെ ഫ്ലിപ്ഡ് ക്ലാസ് റൂം. സോ ഇവിടെ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് ലേണേഴ്സ് അതിനകത്തുണ്ടാകും ആൻഡ് എൻഷുറിങ് സെൽഫ് പേസ്ഡ് ആയിട്ടുള്ള മാസ്റ്ററി, അതായത് ഓരോരുത്തരും അവിടെ ഇമ്പോർട്ടൻസ് കിട്ടുകയാണ് ചെയ്യുക.
നെക്സ്റ്റ് ടോപ്പിക്ക് ടീച്ചിങ് എയ്ഡ്സ് ആണ്, ഇൻസ്ട്രക്ഷണൽ എയ്ഡ്. സോ ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുന്നത് ദേ ആർ ടൂൾസ് യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, മേക്കിംഗ് ലെസൺസ് മോർ കോൺക്രീറ്റ്, എൻഗേജിങ് ആൻഡ് ക്ലിയർ ആക്കി തരുന്നു. സോ വേർ ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ആണ്. ടീച്ചിങ് എയ്ഡ്സ് മേക്ക് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് കോൺക്രീറ്റ് ആൻഡ് ഇൻക്രീസ് റിറ്റൻഷൻ. സോ പലതരത്തിലുള്ള ടീച്ചിങ് എയ്ഡ്സ് ആണുള്ളത്. ഒന്ന് വിഷ്വൽ എയ്ഡ്സ് ഉണ്ടാവും, അതായത് എയ്ഡ്സ് ദാറ്റ് റിലൈ ഓൺലി ഓൺ സൈറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം സ്ലൈഡ്സ് ഉണ്ട്, ഓവർ ഹെഡ് പ്രൊജക്ടേഴ്സ്, മോഡൽസ്, അതുപോലെ ചോക്ക് ഓർ വൈറ്റ് ബോർഡ് ഉണ്ട്, ചാർട്ട്സ്, ഗ്രാഫ്സ്, പോസ്റ്റേഴ്സ്, ഫ്ലാഷ് കാർഡ്സ്. സോ ഇത് ക്ലാരിഫൈ ചെയ്യുന്നു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൊവൈഡ് കോൺക്രീറ്റ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ മെമ്മറൈസിങ്. പിന്നെയുള്ളത് ഓഡിയോ എയ്ഡ്സ് ആണ്. ഓഡിയോ എന്ന് പറയുമ്പോൾ എയ്ഡ്സ് ദാറ്റ് റിലൈ ഓൺലി ഓൺ ഹിയറിംഗ്. ഫോർ എക്സാമ്പിൾ റേഡിയോ, ബ്രോഡ്കാസ്റ്റ്, ടേപ്പ് ഓർ CD പ്ലെയേഴ്സ്, പോഡ്കാസ്റ്റ് ഒക്കെയാണ്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ഡെവലപ്പിംഗ് ലിസണിങ് സ്കിൽസ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. അതുപോലെ തന്നെ എസ്പെഷ്യലി ഫോർ ലാംഗ്വേജ് ലേണിംഗ് കേസസിലാണ് നമ്മൾ ഈ ഓഡിയോ എയ്ഡ്സ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ്, അതായത് അത് എഡ്യൂക്കേഷണൽ ഫിലിംസ്, ടെലിവിഷൻ, യൂട്യൂബ് ഒക്കെയാണ്. സോ ഇറ്റ് എയ്ഡ്സ് ബോത്ത് ദാറ്റ് ഇൻവോൾവ് സൈറ്റും സൗണ്ടും അതിനകത്തുണ്ടാവും. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ടെലിവിഷൻ, എഡ്യൂക്കേഷണൽ വീഡിയോസ്, ഫിലിംസ്, മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ്, സ്മാർട്ട് ബോർഡ്സ് ഒക്കെയാണ്. സോ ഇറ്റ് മാക്സിമൈസസ് സെൻസറി സ്റ്റിമുലേഷൻ ലേണിംഗ്, ലീഡിങ് ടു ബെറ്റർ റിറ്റൻഷൻ ആൻഡ് റിയലിസ്റ്റിക് കോണ്ടെക്സ്റ്റ്. പിന്നെയുള്ളത് ഈ ബ്ലാക്ക് ബോർഡും ചാർട്ട്സും മാപ്സും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഓൾറെഡി ട്രഡീഷണൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലും കൂടെ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ കം അണ്ടർ വിഷ്വൽ. ഓക്കെ. പിന്നെയുള്ളത് ICT ബേസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിപ്പോഴത്തെ ലേറ്റർ ഇതാണ് ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്, LMS ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ലൈക്ക് മൂഡിൽ ഓർ ഗൂഗിൾ ക്ലാസ് റൂം. പിന്നെയുള്ളത് അപ്പോൾ അതൊരു ആക്ടിവിറ്റി ഓർ ഇൻറ്ററാക്റ്റീവ് എന്നുള്ളൊരു കേസിൽ വരും. എയ്ഡ്സ് ദാറ്റ് റിക്വയർ ലേണർ എൻഗേജ്മെൻറ്റ്. സോ ഇറ്റ് വിൽ ഹാവ് ഇപ്പം ഈ കമ്പ്യൂട്ടേഴ്സും ലാബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ലേണറിൻ്റെയും കൂടി എന്താണ് കോപ്പറേഷൻ വേണം. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടും കുട്ടികൾക്ക് ആൻഡ് ഡെവലപ്സ് സൈക്കോമോട്ടോർ സ്കിൽസ്. പിന്നെ മാത്രമല്ല ഈ പറയുന്ന പോലെ ഫീൽഡ് ട്രിപ്പുകളും എക്സിബിറ്റ്സും ഒക്കെ ഉണ്ട്. അതാകുമ്പോൾ ഒന്നും കൂടെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടും കുട്ടികൾക്ക്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വി ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് ടോപ്പിക്, ദറ്റ് ഇസ് ഇവാലുവേഷൻ സിസ്റ്റംസ്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ഓഫ് ഡിറ്റർമിനിങ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ്. ഇതിനെല്ലാം പഠിത്തത്തിനെല്ലാം ശേഷം കുട്ടികൾ എത്രത്തോളം ഇത് കാര്യങ്ങൾ പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു ഡിറ്റർമിനിങ് ദ മെറിറ്റ് അല്ലെങ്കിൽ വാല്യൂ അല്ലെങ്കിൽ വർത്ത് ഓഫ് ദ ലേണിംഗ് പ്രോസസ്സ് എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ് കൊണ്ടുവരണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഫോർമേറ്റീവാണ്. ഫോർമേറ്റീവ് ഹാപ്പൻസ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ്റെ സമയത്ത് തന്നെ നടക്കും. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ക്വിസസ് ചോദിക്കുക, ക്ലാസ് ഡിസ്കഷൻസ്. സോ അത് പേർപ്പസ് എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ലേണിംഗ് എന്നുള്ളതാണ്. അതായത് ഇൻസ്ട്രക്ഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ടു മോണിറ്റർ പ്രോഗ്രസ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് കൊടുക്കുക. സോ അതൊരു ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്കാണ് ഫോർമേറ്റീവിൽ വരുന്നത്. പിന്നെ സമ്മേറ്റീവ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഹാപ്പൻസ് അറ്റ് ദി എൻഡ്, ഫൈനൽ എക്സാംസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഗ്രേഡ് കൊടുക്കുക അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ഓവറോൾ അച്ചീവ്മെൻറ്റ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫൈനൽ എക്സാംസും ടേം പേപ്പേഴ്സും ഒക്കെ നടക്കുന്നത്. പിന്നെയുള്ളത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനാണ്. സോ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ദ സ്പെസിഫിക് എന്തെങ്കിലും ഒരു ലേണിംഗ് ഗ്യാപ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡൻറ്റ് ഇസ് ഫേസിങ്. സോ അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ഡൺ ബിഫോർ ഇൻസ്ട്രക്ഷൻ തന്നെയാണ്, ടു ഐഡൻറ്റിഫൈ കുട്ടികളുടെ നോളജ് അറിയാൻ, സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് റെമഡിയേഷൻ. സോ പിന്നെയുള്ളത് ഈ ഒരു നോം റെഫറൻസ്ഡ് വേഴ്സസ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഉണ്ട്. സോ നോം എന്ന് പറയുന്നത് കമ്പയറിങ് എ സ്റ്റുഡൻറ്റ് ടു അതേഴ്സാണ്, ഇപ്പോഴത്തെ പെർസെൻറ്റൈലും റാങ്ക്സും ഒക്കെ. പിന്നെ ക്രൈറ്റീരിയൻ എന്ന് പറയുമ്പോൾ കമ്പയറിങ് എ സ്റ്റുഡൻറ്റ് ടു എ ഫിക്സഡ് സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ ഒരു 80% ടു പാസ് എന്നുള്ളൊരു ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളതാണ്, ആ പേര് പോലെ തന്നെ. സോ ശരിക്കും ഇവാലുവേഷൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഒരു വാലിഡിറ്റി, ഡസ് എ ടെസ്റ്റ് മെഷർ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ് ടു,
പിന്നെ റിലയബിലിറ്റി, ഡസ് എ ടെസ്റ്റ് ഗീവ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നുണ്ടോ. പിന്നെ യൂസബിലിറ്റി, ഇസ് എ ടെസ്റ്റ് പ്രാക്ടിക്കൽ ടു അഡ്മിനിസ്റ്റർ ആൻഡ് സ്കോർ. വളരെ പ്രാക്ടിക്കലി നമുക്ക് ഈ ടെസ്റ്റ് കുട്ടികളിൽ ഏർപ്പെടുത്താനായിട്ടും സ്കോർ ചെയ്യാനായിട്ടും പറ്റൂ. സോ ഇറ്റ് എൻഷുവേഴ്സ് എ അസസ്മെൻറ്റ്. അപ്പം നമ്മൾ നടത്തുന്ന ടെസ്റ്റ് അതൊരു ഫെയർ ആയിരിക്കണം, ആക്യുറേറ്റ് ആൻഡ് പ്രാക്ടിക്കലും ആയിരിക്കണം. സോ എന്തൊക്കെ ടൈപ്പ് ഓഫ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിക്കാം? ഒന്ന് റിട്ടൺ എക്സാംസ് ആണ്, എസ്എ, MCQs ഒക്കെ ഉണ്ട്, ഓറൽ എക്സാംസ് ഉണ്ട് വൈവ പോലെ. പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഒബ്സർവേഷൻ, പോർട്ട്ഫോളിയോസ് ആൻഡ് റേറ്റിംഗ് സ്കെയിൽസ് അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റുകളും ഉണ്ട്. സോ ഇറ്റ് ഇസ് കോംപ്രിഹെൻസീവ് അസസ്മെൻ്റ് ആണ് ഓഫ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഡൊമെയിൻസ്. പിന്നെയുള്ള വരുന്ന ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം, അതായത് ഒന്ന് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഉണ്ട്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ അതൊരു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ്. ഇപ്പോൾ 19 to 100 A ഗ്രേഡ് എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ റിലേറ്റീവ് ഗ്രേഡിംഗ് ഉണ്ട്, കർവിങ്. സോ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ്. ബാക്കിയുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു കമ്പാരിസനാണ് അവിടെ നടത്തുക. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് കാണും, ഇത്ര പെർസെൻറ്റേജ് മുതൽ ഇത്ര പെർസെൻറ്റേജ് വരെ A ഗ്രേഡ് എന്നുള്ളതാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. സോ ഒരു ഫെയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഒരു ലേണർ അച്ചീവ്മെൻറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ടോപ്പിക്സ് മുഴുവനും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നോക്കാം. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.